ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ ഒരു നടിയാണ് മാധവി. മൊഴിയില്ലാതെ ആങ്ങളെ ചതിച്ചു കൊന്നല്ലോ ഒരാൾ. കോലത്തിരി നാട്ടിൽ ഇപ്പോഴും കുളയ്ക്കുന്നുണ്ടയാൾ. പതിനേഴ് വർഷത്തോളമുള്ള തൻ്റെ അഭിനയ ജീവിതത്തിൽ തെലുങ്കു, തമിഴ്, മലയാളം, കന്നഡ ചിത്രങ്ങൾക്ക് പുറമെ ഹിന്ദി, ബംഗാളി, ഒറിയ ചിത്രങ്ങളിലും മാധവി അഭിനയിച്ചു. ഗോവിന്ദസ്വാമിയുടെയും ശശിരേഖയുടെയും 3 മക്കളിൽ ഒരാളായി മാധവി ജനിച്ചു. ഹൈദരാബാദിലായിരുന്നു ജനനം. സ്റ്റാൻലി ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാഭ്യാസത്തിന് ശേഷം ഹൈദരാബാദ് ഡാൻസ് കോളേജിൽ നിന്ന് ഭരതനാട്യവും നാടോടി നൃത്തവും അഭ്യസിച്ചു. 1976 പുറത്തിറങ്ങിയ തുർപ്പു വടമര എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ മാധവി തന്റെ കൗമാരപ്രായത്തിൽ തന്നെ ചലച്ചിത്ര ലോകത്ത് ശ്രദ്ധ പിടിച്ചുപറ്റി. തുടർന്ന് പ്രശസ്ത സംവിധായകൻ കെ ബാലചന്ദർ സംവിധാനം ചെയ്ത മാറോ ചരിത്ര എന്ന തെലുങ്ക് ചിത്രത്തിൽ ഉപനായികയുടെ വേഷത്തിലേക്ക് മാധവിയെ തെരഞ്ഞെടുത്തു. 1981 ഈ ചിത്രം ഏക് തുജേ കെ ലിയേ എന്ന പേരിൽ ഹിന്ദിയിൽ പുനർനിർമ്മിച്ചപ്പോഴും മാധവി തന്നെ അഭിനയിച്ചു. മാധവിയുടെ അഭിനയം ഹിന്ദി ചലച്ചിത്ര മേഖലയിൽ ശ്രദ്ധിക്കപ്പെടുകയും ഇതിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള ഫിലിം ഫെയർ പുരസ്കാരം ലഭിക്കുകയും ചെയ്തു. മലയാളത്തിൽ ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൽ ഉണ്ണിയാർച്ച എന്ന കഥാപാത്രത്തെ പക്വമായ അഭിനയ ശൈലിയിലൂടെ മാധവി മനോഹരമാക്കി മാറ്റി. ആകാശദൂത് എന്ന ചിത്രത്തിലെ ജീവിത ദുരിതങ്ങളോട് അവസാനം വരെ മല്ലിടുന്ന യുവതിയുടെ വേഷവും ഏറെ പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ചിരുന്നു. ഈ ചിത്രത്തിലെ അഭിനയത്തിന് മാധവിക്ക് മികച്ച 2ാമത്തെ നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. 1996 ബിസിനസ്സുകാരനായ റാൽഫ് ശർമ്മ എന്ന പകുതി ഇന്ത്യനെ ഗുരുവിൻ്റെ ഉപദേശപ്രകാരം വിവാഹം ചെയ്തു. വിവാഹത്തിനു ശേഷം ചലച്ചിത്ര രംഗത്ത് നിന്നും വിടവാങ്ങി. ഇവർ ഇപ്പോൾ 3 പെൺമക്കളോടൊത്ത് ന്യൂജേഴ്സിയിൽ താമസിക്കുന്നു.